അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ക്രിസ്റ്റൽ ഫ്രൂട്ട് ജെല്ലി കേക്ക് കേട്ടോ. ഫ്രഷ് ഫ്രൂട്ട് യൂസ് ചെയ്തിട്ട് അതുപോലെ അഗർ അഗർ യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പി. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ ഇല്ലാണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനായിട്ട് ഞാനൊരു 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തു. നല്ല ചൂടുവെള്ളം ചേർത്തിട്ട് അലിയിക്കാൻ വെച്ചു. ഈ ചൈന ഗ്രാസ് ഒന്ന് സോഫ്റ്റ് ആയാലും നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ മൈക്രോവേവിൽ വെക്കാം. ഇനി ഞാൻ ഓരോ ഫ്രൂട്ട്സ് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആപ്പിൾ എടുത്തു, പെയർ എടുത്തു. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. നമ്മൾ ചൂസ് ചെയ്യുന്ന ഫ്രൂട്ടിനനുസരിച്ചിട്ടാണ് കേട്ടോ ഈ ജെല്ലി കേക്കിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഞാനിതിൽ മൾബറിയൊക്കെ കുറച്ച് കൂടുതൽ ആഡ് ചെയ്തപ്പോൾ പുളി കൂടുതലായിരുന്നു. പീച്ച് ചേർത്തു. എല്ലാ ഫ്രൂട്ട്സും ചെറുതായിട്ട് അരിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തുക. അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു നല്ല ഭംഗിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഷേപ്പിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. അരിഞ്ഞ് വെച്ച ശേഷം കഴിക്കുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സ് ഒന്നും ആഡ് ചെയ്യേണ്ടി. ഓറഞ്ച് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിക്കുക. ഞാനിവിടെ ചെറിയ പീസായിട്ട് മാറ്റി വെച്ചു. മൾബറി അതുപോലെ ചെറിയ തണ്ട് കളഞ്ഞിട്ട് അവിടെ അങ്ങനെയാണ് ഇട്ട് കൊടുത്തത്. കുറച്ച് കൂടുതൽ തന്നെ ഞാൻ ഇട്ട് കൊടുത്തു. മൈക്രോവേവിൽ ഹീറ്റ് ചെയ്യാൻ വെച്ച ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അത് അത്യാവശ്യത്തിന് അലിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക. ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കുക. കുറച്ചുകൂടി ചുടുവെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അലിയാത്ത പോർഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടി മൈക്രോവേവിൽ വയ്ക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച് കംപ്ലീറ്റ് അലിഞ്ഞു എന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഇനി ഇതാണ് ഞാൻ മൗൾഡ് എടുത്തിട്ടുള്ളത്. ഈ മൗൾഡിലോട്ട് എങ്ങനെയാണോ നിങ്ങളുടെ മുകൾ ഭാഗം ഭംഗിയായി കിട്ടേണ്ടത് അതിനനുസരിച്ച് ഫ്രൂട്ട്സ് അറേഞ്ച് ചെയ്യുക. കുറച്ച് കുറച്ച് ലെയറായിട്ട് ഈ ചൈന ഗ്രാസിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുക. ശേഷം പിന്നെയും ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് ഫില്ലായി കഴിഞ്ഞാൽ നമുക്കിത് ഒരു 4 മണിക്കൂറോ 5 മണിക്കൂറോ നമുക്ക് റെഫ്രിജറേറ്ററിൽ ചില്ല് ചെയ്യാൻ വെക്കാം. ഇത് വേഗം തന്നെ ആവുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ ഇപ്പോൾ ഏകദേശം കട്ടിയായിട്ടുണ്ട്. ഞാനിത് ഒരു പ്ലേറ്റിലോട്ട് കമിഴ്ത്തി കൊടുത്തു. ചൈന ഗ്രാസിൻ്റെ എമൗണ്ട് കുറഞ്ഞാൽ ഒട്ടും ജെല്ലിയായിട്ട് കിടക്കില്ല, അത് ഫ്ലോ ചെയ്യും. ഇത് ചൈന ഗ്രാസിൻ്റെ എമൗണ്ട് ഒരു പാകത്തിനായതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റുണ്ട്. ഒരു ക്രിസ്റ്റൽ പോലെ തോന്നിപ്പോയി എനിക്കിത് കണ്ടപ്പോൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായില്ലേ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.